ഈ വർഷം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്ന ഫസ്റ്റ് മൂവിയാണ് കളങ്കാവൽ. അമ്മയും ഞാനും അമ്മയുടെ ഒരു കൂട്ടുകാരും കൂടിയാണ് ഈ മൂവി കാണാൻ പോകുന്നത്. നമ്മൾ ബസ്സിലാണ് പോകുന്നത് കൊല്ലത്തോട്ട്. ഞങ്ങൾ മൂവി കാണാൻ പോകുന്നത് ആർ.പി. മാളിലായതുകൊണ്ട് തന്നെ അടുത്തുള്ള മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മ എപ്പോഴും കയറി പ്രാർത്ഥിക്കും. ഈ മൂവി ഈ ഇയറിലെ എൻ്റെ ഫസ്റ്റ് തിയേറ്റർ വാച്ച് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ സിനിമ കാണാൻ ആർക്കും താല്പര്യമില്ല. എനിക്കാണെങ്കിൽ ഈ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു മടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കൂടെയെന്ന്. ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ വീട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ലവറിൻ്റെ കൂടെയോ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചിലപ്പോൾ പോകും. അവർ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പോകാൻ ടൈം കാണത്തില്ല. ഈ വർഷം ഞാനിങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലോട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ മൂവീസ് എനിക്ക് സ്കിപ്പായി. നല്ല മൂവീസൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ മിക്കവരും കോയമ്പത്തൂരായിരിക്കും. അപ്പോൾ ലോകയൊക്കെ ഇറങ്ങിയപ്പം എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്കെന്തോ ഒറ്റയ്ക്ക് പോകാനും തോന്നിയില്ല. പക്ഷേ എനിക്ക് സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്താണ്. ഒരു മൂവി ഇറങ്ങിയാൽ അത് ആദ്യം തന്നെ തിയേറ്ററിൽ പോയി കാണണം എന്നാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ വീട്ടുകാരൊന്നും അങ്ങനെ അല്ലാതായി പോയി. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ പ്ലാൻ ചെയ്ത് മമ്മൂട്ടി ഫാനായി എനിക്ക് കാണാൻ കിട്ടിയ സിനിമ കളങ്കാവൽ തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരിയായിട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലേ, ഇതേ അതാണ് അമ്മയുടെ കൂട്ടുകാരി. നമുക്ക് സ്ക്രീൻ 2 ആയിരുന്നു കിട്ടിയത്. ഉച്ചക്കത്തെ ഷോയ്ക്കാണ് പോയത്. അങ്ങനെ കയറിയപ്പോൾ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടൈറ്റിൽ കാർഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ വരാൻ തുടങ്ങി. ഇതുപോലൊരു ബോറ് പരിപാടി വേറെ ഇല്ല. സിനിമ തുടങ്ങി നമ്മൾ ആ സിനിമയിൽ നിന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഈ ആളുകൾ ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ കൂടെ പോകുന്നു, പിള്ളേർ വരുന്നു, പിള്ളേരുടെ കരച്ചിൽ, ബഹളം, വാശി, ഇതൊക്കെ ആയിരുന്നു ഈ മൂവി കാണാൻ നേരത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒഴിച്ചാൽ പടം കിടിലമായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറി അറിഞ്ഞിട്ടാണ് പോയി സിനിമ കാണുന്നത്. അതുകൊണ്ട് വലിയ നമുക്കൊരു എക്സൈറ്റിംഗ് ഫാക്ടറൊന്നും ഇല്ല. സ്റ്റോറി അറിയാമല്ലോ. അതർവൈസ് സിനിമ ഈസ് അടിപൊളി. 10-20 നായകന്മാരും ഉണ്ട്. അവരുടെയൊക്കെ ഭാഗ്യമേ. ചിലരൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും ബിഗ് സ്ക്രീനിൽ വരുന്നത്, അതും മമ്മൂക്കാൻ്റെ നായികയായിട്ട്. അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്.